ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോ കണ്ണ് വല്ലാതെ, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ വന്നപ്പോ കണ്ണ് വല്ലാതെ ചുവപ്പ് നിറം. എന്താ മോളെ ഫാത്തിമ കണ്ണൊക്കെ ചോദിരിക്കണത്? ഒന്നുമല്ല, ഞാനും എന്റെ ഭർത്താവായ അലിയും കൂടി തമാശ പറഞ്ഞു കുറച്ച് കൂടുതൽ ചിരിച്ചു. ഞാൻ കുറെ കൂടുതൽ ചിരിച്ചിട്ട് കണ്ണ് ചോന്നതാണ്. മകളെ ഫാത്തിമ, നീയും നിന്റെ ഭർത്താവായ അലിയും കൂടി തമാശ പറയുന്നതിനിടയിൽ ചിരിച്ച് കണ്ണ് ചുമന്നു, അത്രമാത്രം തമാശ പറഞ്ഞു. നല്ലത് തന്നെ, ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ആ തമാശക്കിടയിൽ വല്ല വാക്കും നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്നത് നിന്നിൽ നിന്ന് വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെടിപ്പിക്കാതെ പൊരുത്തപ്പെട്ട് തരാതെയാണ് മകളെ നീ മരിച്ചിട്ട് മയ്യിത്ത് മസ്ജിദ് നബവിയിൽ കൊണ്ടുവന്നതെങ്കിൽ ഫലം ഉസല്ലി അലൈകി, നിനക്ക് ഞാൻ മയ്യിത്ത് നിസ്കരിക്കൂല മകളെ. ആ ഭർത്താവിനെ പോയി പൊരുത്തപ്പെടിപ്പിച്ചിട്ട് വാ. ഇത്രത്തോളം ഒരു ഭർത്താവിന്റെ ഹുഖൂഖുകളെ പഠിപ്പിച്ച, തമാശയിൽ പോലും ഒരു ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന ഒരു വാക്ക് പറയരുത് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീഅത്തുൽ ഇസ്ലാം ഒരു പെണ്ണും ആണും തമ്മിലുള്ള ഹക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഹുഖൂഖുകൾ എത്ര കടുപ്പമാണ്. എന്നാൽ ആ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ബേജാറായിട്ടല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ കാൽക്കൽ വീണ് കരഞ്ഞിട്ട് പറഞ്ഞത്, ഫാത്തിമ നാളെ പരലോകത്ത് റബ്ബിന്റെ പ്രതിക്കൂട്ടിൽ വെച്ച് നീ എന്നെ വിസ്തരിക്കരുതേ മോളെ. എനിക്ക് ഫാത്തിമ അത് പൊരുത്തപ്പെട്ടത് റസൂലുള്ളാഹിന്റെ പുന്നാര മോളാണ്, അങ്ങ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അദബ് പഠിച്ച പെണ്ണാണ്. എന്തെങ്കിലുമൊക്കെ ഞാനൊരു ലഈഫാണ്, ഫഖീറായ മനുഷ്യനാണ്. ഫാത്തിമ ബീവിയുടെ പൊക്കത്തിന് സ്വർണം കുന്നുകൂട്ടിക്കൊടുക്കാം, മഹർ പുരുഷധനം എന്ന് പറഞ്ഞ് ചെന്നിട്ടും ഫക്കീറായ എനിക്ക് വിവാഹം ചെയ്തു തന്നത്. എന്തെങ്കിലുമൊക്കെ അപാകത എന്നിൽ നിന്ന് സംഭവിച്ചെങ്കിൽ നാളെ പരലോകത്തിൽ എന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിലിട്ടിട്ട് എന്നെ സൃഷ്ടിക്കരുതേ എന്ന് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് പറഞ്ഞത്. പെണ്ണിന്റെ കാര്യത്തിൽ പരലോകത്ത് കുടുങ്ങുമോ, ഒരാണിന്റെ കാര്യത്തിൽ കുടുങ്ങുമോ? രണ്ടുപേരും തമ്മിലുള്ള ഹുഖൂഖുകൾ അത്രയും വലുതാണ്.